ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഉദ്ദേശിച്ച് നിൽക്കുന്ന ഒരാളാണോ? അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എടാ ഏത് സ്മാർട്ട് ഫോൺ ആണ് വാങ്ങേണ്ടതെന്ന്? അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വാങ്ങുവാൻ പറ്റുന്ന ഒരു അടിപൊളി ഇഷ്ടം പോലെ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഏതാണ് ആ സ്മാർട്ട് ഫോൺ എന്ന്. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ റെഡ്മിയുടെ ഏറ്റവും പുതിയ നോട്ട് സീരീസിലെ സ്മാർട്ട് ഫോണായ നോട്ട് 10. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോണിനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പരിചയപ്പെടുത്താൻ എന്താ ഉദ്ദേശിച്ചത്, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. സോ വീഡിയോ പൂർണ്ണമായും കണ്ട് ധൈര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. കാരണം ഞാനിപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇത്രയധികം ഫീച്ചേഴ്സ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് യാതൊരു പിടിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സ് എന്ന്. ആദ്യമേ തന്നെ വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഗൈസ്, ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഇനി ഏത് സ്മാർട്ട് ഫോൺ നിങ്ങൾ തപ്പിയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ കൊടുക്കുകയില്ല. ഒരു കമ്പനിയും ഈ റേറ്റ് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ചരിത്രത്തിൽ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ, അതും ഫുൾ HD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ Redmi Note 10 എന്ന ഈ സ്മാർട്ട് ഫോണിൽ കമ്പനി നൽകിയിരിക്കുന്നത്. എന്തുദ്ദേശത്തോടെ, എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകും, അതായത് റിയൽ വേൾഡിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഫോൺ ലോഞ്ചായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ 12-ാം തീയതിയോ മറ്റോ ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് സെയിൽ വരുന്നത്. അപ്പം എന്തായാലും അത് നോക്കിക്കഴിഞ്ഞാലേ അതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകുമെന്ന് നമുക്ക് അറിയുകയുള്ളൂ. എന്നാലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ കൊടുക്കുക എന്ന് വെച്ചാൽ ഭയാനകം തന്നെയാണ്. കാരണം മറ്റുള്ള സ്മാർട്ട് ഫോണുകൾ എങ്ങനെ ഇതിനോട് പിടിച്ചു നിൽക്കും, മല്ലിട്ട് നിൽക്കും എന്ന് കണ്ടു തന്നെ അറിയണം. അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത് 6.43 ഇഞ്ചാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ അത്ര വലുപ്പമുള്ള ഒരു ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഫുൾ HD പ്ലസ് ആണ്, സൂപ്പർ അമോലെഡ് ആണ്, നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നതും അതും അതിഭീകരം തന്നെയാണ് ഗൈസ്. 1100 നിറ്റ്സ് ആണ് അവർ പറയുന്നത്. സാധാരണ ഒരു സ്മാർട്ട് ഫോൺ, ഈ റേഞ്ചിലുള്ള സ്മാർട്ട് ഫോണിനൊക്കെ IPS LCD ഡിസ്പ്ലേ ആണ് ഉണ്ടാവുക. അതിന്റെ ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 600 നിറ്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പം അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി നല്ല അധികമുള്ള ഒരു ബ്രൈറ്റ്നസ് ലെവലും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എന്തായാലും ഇത്രത്തോളം ഫീച്ചേഴ്സ് പറയുന്ന സ്ഥിതിക്ക് ഡിസ്പ്ലേ അത്ര മോശമാകില്ല. ഷുവറായിട്ടും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്ന് തന്നെ ഏകദേശം ഉറപ്പിക്കാം. അതുപോലെ തന്നെ നൈറ്റ് മോഡ്, സൺലൈറ്റ് മോഡ് എന്നിങ്ങനെയുള്ള മോഡുകളൊക്കെ ഇതിൽ ഡിസ്പ്ലേയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി, അതായത് ഡിസ്പ്ലേയുടെ ഒരു പ്രൊട്ടക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയിൽ അവർ നൽകിയിരിക്കുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 ആണ്. വലിയ രീതിയിലുള്ള എന്താ പറയുക, ഇപ്പോൾ പുതിയ ഗൊറില്ല ഗ്ലാസിന്റെ പുതിയ വേർഷനൊക്കെ ഇറങ്ങി എങ്കിൽ പോലും ഇവർ ഇപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 3 ആണ്. സ്ക്രാച്ച് റെസിസ്റ്റന്റ് ഒക്കെ ആണ് എങ്കിൽ പോലും മുൻപേ ഉള്ള വേർഷൻ ആയതുകൊണ്ട് ചെറിയൊരു എന്താ പറയുക, അത് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് കാണാം. എങ്കിലും പറഞ്ഞല്ലോ, സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ ആയതുകൊണ്ട് റേറ്റ് കുറക്കാനൊക്കെ വേണ്ടി ആയിരിക്കാം ഇങ്ങനെ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഡിസ്പ്ലേ പാർട്ട് എന്തായാലും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായി നോക്കേണ്ടത് ക്യാമറ പാർട്ടാണ്. ക്യാമറയിൽ എത്രത്തോളം മികച്ചു നിൽക്കുന്നു ഈ സ്മാർട്ട് ഫോൺ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിന്റെ സെറ്റപ്പ് വരുന്നത് പിറകിൽ 4 ക്യാമറയാണ്. അതായത് റിയർ ക്യാമറ വരുന്നത് ക്വാഡ് ക്യാമറ അറേ ആയിട്ടാണ്. അതായത് 48 MB, 8 MB, 2 MB, 2 MB അങ്ങനെ 4 ക്യാമറകളാണ് വരുന്നത്. 48 MBയുടെ മെയിൻ ലെൻസ്, 8 MBയുടെ അൾട്രാ വൈഡ് ലെൻസ്, പിന്നെ ഒരു പോർട്രേറ്റ് ലെൻസ്, പിന്നെ അതുപോലെ തന്നെ ഒരു മാക്രോ ലെൻസ്, അങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാമറ, അതായത് മുൻപേ 48 MB റെഡ്മിയുടെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഏകദേശം അതുപോലെ തന്നെ ഇതിലും പ്രതീക്ഷിക്കാം. പിന്നെ സോണിയുടെ സെൻസറാണ് ഗൈസ് വരുന്നത്. സോണി IMX582 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പർച്ചർ വാല്യൂ വരുന്നത് 1.79 ആണ്. ഇതിന്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒക്കെ ഇവരുടെ സൈറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു നോക്കൂ. ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് കാണുമ്പോൾ ഇതിന്റെ ക്യാമറയിൽ നിന്ന് എടുത്താണോ എന്ന് എനിക്കൊന്ന് സംശയമുണ്ട്. എന്തായാലും സൈറ്റിൽ ആഡ് ചെയ്തതല്ല, അങ്ങനെ തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ റിയർ ക്യാമറയിൽ നമ്മൾക്ക് കുറേയധികം മോഡും കാര്യങ്ങളും ഒക്കെ മുൻപേ ഉള്ളതുപോലെ പോർട്രേറ്റ് മോഡ്, പനോരമ, ടൈം ലാപ്സ്, പ്രോ മോഡ്, നൈറ്റ് മോഡ് അങ്ങനെയുള്ള സകലമാന സാധനങ്ങളിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ എന്തായാലും മികച്ചൊരു ക്വാളിറ്റി നൽകും എന്ന്, അതായത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മികച്ചൊരു ക്വാളിറ്റി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ വരുന്നത് 13 മെഗാ പിക്സലിൻ്റെതാണ് സെൽഫി ക്യാമറ. മുൻപെയുള്ള പല മോഡൽസിലും 13 മെഗാ പിക്സൽ ആയിരുന്നു. പക്ഷേ നോട്ട് 9 പ്രോയിലാണ് 20 മെഗാ പിക്സൽ വന്നത്. ഓക്കെ, നോട്ട് 9 ഇതിന് തൊട്ടുള്ള നോട്ട് 9 വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു 13 തന്നെയാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും 13 മെഗാ പിക്സൽ അത്ര കുഴപ്പമൊന്നുമില്ലാത്ത, ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കുഴപ്പമില്ലാത്ത ഒരു സെൽഫി ക്യാമറ തന്നെയാണ്. സോ നിങ്ങൾക്ക് സെൽഫിയുടെ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്ലാരിറ്റി തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും.
പിന്നെ ഇതിന്റെ റിയർ ക്യാമറയിൽ നമുക്ക് 4K വീഡിയോസ് അറ്റ് 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 720 പിക്സൽ റെസൊല്യൂഷനിൽ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അത് ഫ്രെയിം റേറ്റ് വരുന്നത് 120 FPS, അതുപോലെ തന്നെ 240, പിന്നെ 960 FPS. ഈ 3 വേരിയേഷനുകളിൽ നമുക്ക് സ്ലോ മോഷൻ വീഡിയോയും റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ വീഡിയോഗ്രാഫിയിൽ മോശമല്ലാത്ത ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ പ്രോസസ്സറിലേക്കൊന്ന് നോക്കാം. പ്രോസസ്സറിൽ ഏത് പ്രോസസ്സറാണ് ഇതിന് വരുന്നത്, എത്രത്തോളം പെർഫോമൻസ് ഉണ്ടാകുമെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാധാരണയായി റെഡ്മി സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്നത് ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുകളാണ്. ഇതിലും അത് തന്നെയാണ് വന്നിട്ടുള്ളത്. ക്വാൽകോം സ്നാപ്ഡ്രാഗൺ വേരിയന്റ് 678. ഓക്കെ, സ്നാപ്ഡ്രാഗൺ 678. അപ്പോൾ ഈ ഒരു പ്രോസസ്സർ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് കുറച്ച് എന്താ പറയുക അത്രയൊക്കെ പെർഫോമൻസ് ലഭിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരാം. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രാവശ്യം സൂചിപ്പിച്ചു, ഇതിന്റെ പ്രൈസ് കൂടി പറയുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്കൊരു ഈക്വൽ ആയിട്ട്, അതായത് ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മാക്സിമം വരുന്ന നല്ല സ്പെക് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെ ഉറപ്പായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തട്ടിത്താണ് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വരും വഴി ആ പ്രൈസും കൂടി പറയാം. അപ്പോൾ 678 എന്ന് പറയുന്നത് നല്ലൊരു പ്രോസസ്സറാണ്. പിന്നെ ഇതിന്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 2.3 GHz ആണ്. GPU വന്നിരിക്കുന്നത് അഡ്രീനോ 612 ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ റാം ആൻഡ് റോം വരുന്നത് 4GB റാം 64GB വേരിയന്റും, അതുപോലെ തന്നെ 6GB റാം 128GB സ്റ്റോറേജ് വേരിയന്റുമാണ്. ഈ 2 വേരിയന്റുകളിൽ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ്സറിന്റെ ഭാഗത്ത് നിന്നും പറയാനുള്ളത്. സോ 678 എന്ന പ്രോസസ്സർ വെച്ച് ഈ ക്ലോക്ക് സ്പീഡും വെച്ചൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെ നമുക്ക് ലഭിക്കും, അത് ഉറപ്പാണ്. നിങ്ങൾ ആരും ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. അപ്പം നോട്ട് 10ന്റെ പ്രോസസ്സർ ഭാഗമായാലും നല്ലൊരു സ്പെക്ക് തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. പ്രോസസ്സറിന്റെ കാര്യം പറയുമ്പോൾ അതിന് കൂടെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിൽ വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് 11 ആണ്, അതായത് MIUI 12 ബേസ്ഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 11. സോ രണ്ടും പുതിയത് തന്നെയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ OSൽ 2 പേര്, MIUI ആയിക്കോട്ടെ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, രണ്ടും പുതിയത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, MIUI 12ൽ നിന്നുമുള്ള ഏറ്റവും പുതിയ 12.5ലേക്കുള്ള അപ്ഡേറ്റും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും ലഭിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, പുതിയ ഫീച്ചേഴ്സ് എന്തെങ്കിലും വന്നാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫോണ് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. അതിൽ IP53 എന്നൊരു റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. എങ്കിലും അതായത് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ഉദ്ദേശിക്കുന്നത് വെള്ളത്തിൽ മുക്കാം, അല്ല ആ രീതിയിലല്ല, ജസ്റ്റ് സ്പ്ലാഷ് പ്രൂഫ് എന്നായിരിക്കും. അങ്ങനെ തന്നെയാണ്. അതായത് IP68 അല്ല, IP53 ആണ്. മുൻപേ Redmi Note 7ലും വന്നിരുന്നു ഈ സ്പ്ലാഷ് പ്രൂഫ് ടെക്നോളജി. അതായത് ചെറിയ രീതിയിൽ വെള്ളമൊന്നും കൊണ്ടാൽ ഒന്നും ആവില്ല എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അകത്തേക്കൊക്കെ പാസ്സായി കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് എന്തെങ്കിലും രീതിയിൽ പാസ്സായി കഴിഞ്ഞാൽ ഫോണിന് ഡാമേജ് വരും. സോ നിങ്ങളാരും ഇത് വാങ്ങിയാൽ തന്നെ അങ്ങനെയൊന്നും വെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളം കൊള്ളിക്കാനോ ഒന്നും നോക്കേണ്ടതില്ല. ഓക്കെ, ഇവർ അങ്ങനെ ഒരു സംഭവം കൂടി സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് പിറകിലല്ല, സൈഡിലാണ്. ഇപ്പൊ ഏകദേശം നോട്ട് 9 പ്രോയിലും പ്രോ മാക്സിലും ഒക്കെ സൈഡിലായിരുന്നു വന്നിരുന്നത്. അതുപോലെ തന്നെ ഇതിൽ സൈഡിലാണ് ഫിംഗർ പ്രിന്റ് നൽകിയിരിക്കുന്നത്. ഈ സൈഡ് ഫിംഗർ പ്രിന്റ് എനിക്ക് തോന്നുന്നു പിറകിലായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന്. കാരണം പിറകിലാണെങ്കിൽ നമുക്ക് ഏത് വിരലും പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും, എന്നാൽ ഈ സൈഡിലാകുമ്പോൾ അങ്ങനെ പറ്റില്ല. നമുക്ക് ഈ തള്ളവിരൽ മാത്രമേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നമല്ല. ഇപ്പൊ എല്ലാ സ്മാർട്ട് ഫോണിലും വരുന്നുണ്ട്. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതിന്റെ ആ ബാക്കിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് കാണുന്ന ഒരു പോർഷൻ അങ്ങനെ തന്നെ പോകുന്ന സമയത്ത്, പ്ലെയിൻ ആവുന്ന സമയത്ത് ഫോൺ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അതുകൊണ്ട് ഈ സൈഡിൽ ഫിംഗർ പ്രിന്റ് നൽകുന്നത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ല കാര്യം കൂടിയാണ്. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾക്ക് 2 സിമ്മും മെമ്മറി കാർഡും ഒന്നിച്ചിട്ട് ഉപയോഗിക്കുവാൻ പറ്റും. ഇപ്പോൾ ഹൈബ്രിഡ് സിം സ്ലോട്ടും കാര്യങ്ങളും ഒക്കെ പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഹൈബ്രിഡ് സിം സ്ലോട്ടും കാര്യങ്ങളും ഒക്കെ ഔട്ടായി എന്ന് തോന്നുന്നു. ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിലൊക്കെ ഏത് കമ്പനിയും ഇപ്പോൾ 2 സിമ്മും മെമ്മറി കാർഡും ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു ടെക്നോളജി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നോക്കേണ്ടത് ഇതിന്റെ ബാറ്ററിയാണ്. ഗൈസ്, 5000 mAh ഒരു ബാറ്ററിയാണ് കമ്പനി ഇതിൽ നൽകിയിരിക്കുന്നത്. സോ നല്ല ഒരു ബാറ്ററി ബാക്കപ്പ്. മുൻപേയുള്ള എനിക്ക് റെഡ്മി സ്മാർട്ട് ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ബാറ്ററി ബാക്കപ്പ്. ഇപ്പോൾ 5000 mAh എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല രീതിയിലുള്ള ബാക്കപ്പ് ആ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും ഉറപ്പായിട്ടും ലഭിക്കും. കാരണം നിങ്ങൾക്ക് ഇപ്പം എൻ്റെ കയ്യിൽ കാണാം, ഇത് അച്ഛൻ ഉപയോഗിക്കുന്ന ഫോണാണ്. ഇതിൽ 4000 mAh ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഇതിൽ 4000 mAh പറയുന്ന ആ ഒരു ബാറ്ററി ബാക്കപ്പ് അത് കണ്ടുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ സ്മാർട്ട് ഫോൺ വാങ്ങിയത്. അപ്പോൾ നല്ല രീതിയിലുള്ള ബാക്കപ്പും കാര്യങ്ങളും എന്തായാലും ഈ സ്മാർട്ട് ഫോണിലും നോട്ട് 10ലും നമുക്ക് 5000 mAh നിന്നും പ്രതീക്ഷിക്കാം. പിന്നെ 33 വാട്ട് ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട് ഗൈസ്, അത് നിങ്ങൾ ചിന്തിക്കണം. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഇതിന്റെ ബോക്സിൽ തന്നെ വരുന്നുണ്ട്. സോ 33 ഇൻക്ലൂഡ് ശരിയാണ്, അതിൽ ബോക്സിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു 5000 mAh ചാർജ് ആവാൻ, പെട്ടെന്ന് തന്നെ ചാർജായി കിട്ടാൻ ഈ ഒരു 33 വാട്ടിന്റെ ചാർജർ നമുക്ക് നമ്മളെ എന്താ പറയുക, നമുക്ക് ആ ഒരു ഉപകരിക്കപ്പെടും. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ പെട്ടെന്ന് ചാർജ് ആവുന്നതിന് ഉപകരിക്കപ്പെടും.
ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ചാർജിങ്ങിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. പിന്നെ ഇതിലെന്താ പറയാനുള്ളത്, ഈ സ്മാർട്ട് ഫോണിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ വച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാനേ ഉള്ളൂ. ഗൈസ് ഒരു അടിപൊളി സ്മാർട്ട് ഫോണാണ്, ഒന്നും പറയാനില്ല. നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം. ഗൈസ് അപ്പോൾ ഈ സ്മാർട്ട് ഫോണുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൽ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്, അതും കൂടി ഒന്ന് പറയാം. ഇതിൽ 3 കളർ വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഫ്രോസ്റ്റ് വൈറ്റ്, ആക്വ ഗ്രീൻ, ഷാഡോ ബ്ലാക്ക്. അപ്പോൾ വൈറ്റ്, ബ്ലാക്ക്, ഗ്രീൻ എന്നീ 3 കളറുകളിൽ ഇത് നമുക്ക് വാങ്ങുവാൻ പറ്റും. സോ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 11,999, അതായത് 12,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 4GB 64GB വേരിയൻറ്റും 13,999, അതായത് 14,000 രൂപ. 14,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 6GB റാം 128GB സ്റ്റോറേജും ഉള്ള വേരിയൻസ്, ആ ഒരു സ്മാർട്ട് ഫോൺ വേരിയൻസ് രണ്ടും വാങ്ങുവാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു പ്രൈസിൽ ഇനി നിങ്ങൾ ഈ ഒരു പ്രൈസ് വെച്ച് ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽ ഒക്കെ ആയി ഒന്ന് മിക്സ് ചെയ്ത് ചിന്തിച്ച് നോക്കും. നല്ല ഒരു പ്രൈസ് അല്ലേ ഇത്. 12,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോണിൽ, ഇതുവരെ തന്നെ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോണിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ, അതും 1100 നിറ്റ്സ് ബ്രൈറ്റ്നസ് ലെവലുള്ള ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ട് ഉണ്ടാകും? ഇല്ല, ഷുവറായിട്ടില്ല. അപ്പം നല്ല ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വന്നിരിക്കുന്നത്. പിന്നെ റെഡ്മിയുടെ മുൻപേ ഉള്ള സ്മാർട്ട് ഫോണുകളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 12,000 രൂപയ്ക്ക് 4GB 64 നൽകി എന്നുള്ള ഒരു തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ബാക്കിയുള്ള അതായത് ഇപ്പം 6GB 128 ഒക്കെ ഈ റേറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അത് നോക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞത് ഇതിൽ ഡിസ്പ്ലേ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ ഒരു AMOLED ഡിസ്പ്ലേക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കാതെ ഈ ഫോൺ വാങ്ങാം. അങ്ങനെ ഞാൻ പറയുകയുള്ളൂ. കാരണം വേറെ ഒരു സ്മാർട്ട് ഫോണിലും ആ ഒരു ഫീച്ചർ ഒരു കമ്പനിയും നൽകുന്നില്ല. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങളോട്, അതായത് 12-ാം തീയതി ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ തുടങ്ങുന്നത്. അപ്പം 12-ാം തീയതി മുതൽ അങ്ങോട്ട് ഓൺലൈനിലായിക്കോട്ടെ ഓഫ്ലൈനിലായിക്കോട്ടെ ഷോപ്പിൽ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റുന്നതാണ്. എന്തായാലും വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായെങ്കിൽ ഗൈസ് പ്ലീസ് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.